വേദലക്ഷ്മി എന്താണ് അക്ബറിനോട് സംസാരിച്ചത്? വേദലക്ഷ്മി അക്ബറുമായിട്ടുള്ള വഴക്കിന്റെ കാരണം എന്തായിരുന്നു? അതുപോലെ തന്നെ ആദിലയും നൂറയും എന്താണ് വേദലക്ഷ്മി പറഞ്ഞത്? ഇന്നത്തെ ലൈവിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ആരാണ് ജയിച്ചത്? ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയിലെ ടാസ്ക് മീൻസ് വീക്കിലി ടാസ്കിൽ ആരാണ് വിജയിച്ചത്, അല്ലെങ്കിൽ ആ ടാസ്ക് എങ്ങനെയാണ് പൂർത്തിയായത്? ഇതെല്ലാം നമുക്ക് നോക്കാം. കുറച്ച് ലേറ്റായിപ്പോയി, ഞാൻ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി, എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. കമൻസ് ഒക്കെ അറിയിക്കാം. അപ്പോൾ ഇന്നലെ രാത്രിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, വേദലക്ഷ്മിയായിട്ട് അക്ബറുമായിട്ട് വഴക്കിട്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതാണ്. അക്ബർ ഈ എന്താ പറയുക, ഈ ടാസ്ക് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു പരാതി വേദലക്ഷ്മി പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മസ്താനിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറയോട്. ആദില ചെരുപ്പ് ഫാക്ടറിയിലെ ഓണറാണ് നൂറ. അപ്പോൾ ചെന്ന് പറഞ്ഞ സമയത്ത് അതങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അക്ബർ തിരിച്ച് വീട്ടിനകത്ത് ടാസ്ക് കഴിഞ്ഞിട്ട് ഹൗസിലേക്ക് കയറിയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നൂറ ഇങ്ങനെ പറഞ്ഞു, ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നീ ആരാ പറയാനും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായും നിന്നെ ഞാൻ എന്താ തടസ്സപ്പെടുത്തിയത്, നിന്റെ മടി കയറി ഞാൻ ഇരുന്നു എന്നൊക്കെ അക്ബർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് വയ്ക്കുന്നത്. അക്ബർ പിന്നെ സംസാരിക്കുമ്പോൾ ഒരു ബെല്ലും ബ്രേക്കും ഉണ്ടാവത്തില്ലല്ലോ, സ്വാഭാവികമാണ്. അല്ല വേറെ കാര്യമൊന്നുമില്ല, ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിച്ച് കളയും. വായി തോന്നുന്ന എന്ത് വേണമെങ്കിലും പറഞ്ഞു കളയും. അപ്പോഴോ വേദലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി വളരെ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ വേദലക്ഷ്മിയുടെ വായിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ഇവളുമാർക്ക് മൂടുതാങ്ങിയായിട്ട് നീ എവിടെ ഇരുന്നോ, ഇവളുമാരെയൊക്കെ വീട്ടിൽ കയറ്റാത്തവളുമാരാണ്, ഇവളുമാരെ രണ്ടുപേരെയും സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇവളുമാരെ ഒന്നും വീട്ടിൽ പോലും അടിച്ചതിനകത്ത് കയറ്റുന്നവളുമാരല്ല എന്നൊക്കെ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും അവർ സ്വന്തമായിട്ട് ജീവിക്കണം, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ എല്ലാ ആൾക്കാർക്കും എല്ലാ വീട്ടുകാർക്കും അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒരു കമ്മ്യൂണിറ്റികൾക്ക് ചിലപ്പോൾ ഓരോ മതവിഭാഗങ്ങൾ, ഇപ്പം മുസ്ലിം മതമായാലും ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും എല്ലാ മതവിഭാഗത്തിലെയും ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ അവരെ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. കുറച്ച് ആൾക്കാർക്ക് അംഗീകരിക്കാം, കാരണം കുറച്ചൊരു പുരോഗമനമൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവരെ അംഗീകരിക്കാൻ പറ്റൂ. ഇപ്പം പിന്നെ അതെല്ലാം കറക്റ്റാണ്. ഇപ്പം സമൂഹത്തിൽ ഇഷ്ടം പോലെ ഇതേപോലുള്ള പെൺകുട്ടികളും തമ്മിൽ വിവാഹം കഴിക്കുന്നു, ആൺകുട്ടികളും തമ്മിൽ വിവാഹം കഴിക്കുന്നു. പിന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ആൾക്കാർ സ്ത്രീ പുരുഷനാവുന്നു, പുരുഷൻ സ്ത്രീ ആവുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് കോമൺ ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് ഇപ്പോൾ സമൂഹം കണക്കാക്കുന്നില്ല. ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോട് അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് സമൂഹം കുറച്ചും കൂടി മോഡേൺ ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി സൊസൈറ്റി. ആ ഒരു കാലഘട്ടത്തിൽ വേദലക്ഷ്മിയെ പോലുള്ളൊരു വ്യക്തി അങ്ങനെ പറയരുതായിരുന്നു, കാരണം അത് പറയണ്ടായിരുന്നു. നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് ഭയങ്കരമായിട്ട് പറയേണ്ടെന്നത്തെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമുക്ക് ചില കമ്മ്യൂണിറ്റികളെ ചിലപ്പോൾ എന്നെ സ്വതവേ എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, അവരെ ഞാൻ കുറ്റപ്പെടും. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, ഇവർക്ക് പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഒരു മേജർ സർജറികൾ ഇത്രയും ശസ്ത്രക്രിയകൾ ചെയ്തിട്ട് എന്തിനാണ് ഇവർ സ്ത്രീ രൂപത്തിലേക്ക് വരുന്നത്? യഥാർത്ഥത്തിൽ ഇവർക്ക് സ്ത്രീ ആവാൻ കഴിയില്ല. ബ്രസ്റ്റ് ആയാലും സിലിക്കോൺ ബ്രസ്റ്റുകളൊക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ ഡൗൺ സർജറി, ടോപ്പ് സർജറി, അവർ തന്നെ പറയണം അത്രമാത്രം ഭയങ്കര സങ്കീർണമായ സർജറികളാണ്. അപ്പോൾ ഈ സിലിക്കോൺ വെച്ച് ബ്രസ്റ്റും ഘടിപ്പിച്ചു, താഴത്തെ ലിംഗമൊക്കെ ഛേദിച്ച്, അങ്ങനെ ഇപ്പം അത്ര കഷ്ടപ്പെട്ട് വരുന്നതിന് പകരം അവർക്ക് ഈ പുരുഷനായിട്ട് തന്നെ സ്ത്രീ ഹോർമോൺ കൂടുന്നത് കൊണ്ടാണല്ലോ സ്ത്രൈണത കൂടുന്നത്, അല്ലെ സ്ത്രീ ആവണം എന്ന് ആഗ്രഹം തോന്നുന്നത്. അപ്പോൾ അവർക്ക് പുരുഷ ഹോർമോൺ തന്നെ റീപ്ലേസ് ചെയ്തൂടെ? അവർക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തൂടെ? അവർ സ്ത്രീ ഹോർമോൺ കഴിച്ചുകൊണ്ട് സ്ത്രീയുടെ ശരീരമാകാൻ വേണ്ടി ഇത്രമാത്രം ശസ്ത്രക്രിയകൾ ചെയ്താൽ അവർ യഥാർത്ഥമായിട്ട് പൂർണ്ണമായ ഒരു സ്ത്രീയായി മാറുമോ? ഇതൊക്കെ എൻ്റെ ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളാവുന്നതിനെയും സ്ത്രീ പുരുഷനാവുന്നതിനെയും എനിക്ക് അംഗീകരിക്കാൻ ഇതുവരെയും ഈ സമൂഹത്തിൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് 10, 12, 13 വയസ്സാകുമ്പോൾ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവും. എല്ലാ മാസവും ഒരു 27, 28 ദിവസമാകുമ്പോൾ എല്ലാ മാസവും അവർക്ക് ആ ഒരു എന്താ പറയുന്നത് മെൻസസ് വരും, അതിൻ്റെ വേദനകൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, 2 ആഴ്ച കൂടുമ്പോൾ ഓവുലേഷൻ വരും, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ കുറേ വർഷങ്ങൾ ഇതിങ്ങനെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഗർഭധാരണം. അതൊക്കെ ഭയങ്കര ഒരു സ്ത്രീയുടെ മാത്രം, സ്ത്രീ എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മാത്രം
പ്രത്യേകതകളും ഭാഗ്യവും ചില സമയത്ത് ആൾക്കാർ അയ്യോ എനിക്കൊരു പെണ്ണാവണ്ടായിരുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് നമ്മൾ സ്ത്രീ ആയതിൽ ഭയങ്കര അഭിമാനം തോന്നുന്ന നിമിഷങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളാണ് സ്ത്രീകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തികൾ പിന്നെ വേറൊരു പുരുഷന് ഈ ലിംഗമൊക്കെ ഛേദിച്ച് ബ്രസ്റ്റുമൊക്കെ ഘടിപ്പിച്ച് അല്ലെങ്കിൽ ബ്രസ്റ്റുമൊക്കെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിട്ട് സ്ത്രീ ആണെന്നും പറഞ്ഞ് സമൂഹത്തിൽ വരുമ്പോൾ എന്തോ എന്നെ പോലുള്ള ഒരു വ്യക്തി എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെയുള്ളവരെ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് എന്തോ അവരെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹകരിക്കാൻ അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയാൻ അവർ സ്ത്രീയാണെന്ന് അംഗീകരിക്കാൻ. വേറൊന്നുമല്ല, അവർ മനുഷ്യരാണ്. ചിലപ്പോൾ അവരുടെ ഹോർമോണൽ പ്രശ്നം കൊണ്ടായാലും എന്തോ, പക്ഷെ ഹോർമോൺ റീപ്ലേസ് ചെയ്തൂടെ, ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്താൽ പോരെ. ഇത്രമാത്രം ശസ്ത്രക്രിയ, സങ്കീർണമായ ശസ്ത്രക്രിയകൾ ചെയ്ത് എന്തിനാണ് ഇവരിങ്ങനെ ആകുന്നത് എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നും എൻ്റെ സംശയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോ കാണാനോ അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ നൂറ ആദിലയെ സംബന്ധിച്ച് അവർ രണ്ട് വർഗ്ഗത്തിൽപ്പെട്ട ആൾക്കാർ, പെൺവർഗ്ഗത്തിൽ പെൺകുട്ടികളായ രണ്ട് വിവാഹം കഴിച്ച് അവരുടെ ക്രോമസോമിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കറിയാവുന്ന കാര്യമാണ്, എനിക്കറിയാവുന്ന സയൻസിലാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ക്രോമസോം പ്രശ്നം കൊണ്ട് അവർക്ക് ഒരു പെൺകുട്ടികൾക്ക് വേറൊരു പെൺകുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് വിവാഹം കഴിച്ചവരാണ്. അവർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുന്നവരല്ല. അപ്പം അത് പക്ഷേ അവരുടെ അങ്ങനെ പറയാൻ പാടില്ല, അവർ വീട്ടിൽ കയറ്റുന്നില്ല. എല്ലാ ഫാമിലിയിലും ഇപ്പം അംഗീകരിക്കാൻ പറ്റുമെന്നില്ല. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇന്നലെ വേദലക്ഷ്മിയായിട്ട് ഉണ്ടാക്കി. അതിന് ഒരുപാട് വീഡിയോസ് യൂട്യൂബേഴ്സ് ഇടുന്നുണ്ട്. വേദലക്ഷ്മി അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്ത് ശരിയായിരുന്നു വേദലക്ഷ്മി വായിൽ നിന്ന്. കാരണം വേദലക്ഷ്മി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്യൂരിറ്റി പേഴ്സൺ ആണ് നമ്മൾ വിചാരിക്കുന്ന. വേദലക്ഷ്മി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. തീർത്തും ഒരു നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. കാരണം എനിക്ക് ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെയും പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള രണ്ട് കുട്ടികളാണ്. പിന്നെ അവരുടെ ഇപ്പം ആദിലയുടെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ആയി. കാരണം ആദിലയും നൂറയും കളിക്കുവാണ്. അവർ ഭയങ്കര ഗെയിം കളിക്കാൻ വേണ്ടി വന്നവരാണ്. അവർ ഗെയിം മാത്രമാണ്. അവർ ആരുടെ കൂടെ വേണമെങ്കിലും കൂട്ട് നിൽക്കും. പക്ഷെ അവർക്കറിയാം അന്തിമമായിട്ട് അവർക്ക് ഗെയിമാണ് പ്രധാനം. അല്ലാണ്ട് അവർ ആരെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കാനും ഈ അനുമോളെ പോലെ ഭയങ്കരമായിട്ട് പോയിട്ട് സ്നേഹിച്ച് പിന്നിരുന്ന് കരയേണ്ട ഒരു ആവശ്യകത പിന്നെ ആദിലയ്ക്കും നൂറയ്ക്കും വരില്ല. കാരണം അവർ രണ്ടുപേരും ഒറ്റക്കെട്ടാണ്, രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണല്ലോ. അവർ സെപ്പറേറ്റ് കണ്ടസ്റ്റന്റ് ആയാലും അവരിപ്പം പാർട്ട്നേഴ്സാണ്. അപ്പോൾ അവരിപ്പോഴല്ല അവർ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വിഷമങ്ങൾ പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്ത് തെറ്റും കുറ്റവും അവർക്ക് സ്വന്തമായിട്ട് രണ്ടുപേർ കൂടി ചേർന്ന് മനസ്സിലായിക്കൊണ്ടാണ് അവർ കളിക്കുന്നത്. ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ ഒരാളുടെ കളിയാണ് നമുക്കറിയേണ്ടത്. ഒരാൾ ഔട്ടായി പോയാൽ മറ്റൊരാളുടെ കളി എങ്ങനെയായിരിക്കും അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കവരെ ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ നിൽക്കുന്നപ്പോൾ അത് വേദലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് മോശമായിപ്പോയി. കാരണം അവർ രണ്ടുപേരും ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. രണ്ട് പിള്ളേരും 10, 25, 26 വയസ്സുള്ള പിള്ളേർ അവർ ജോലി ചെയ്ത് തന്നെ ജീവിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പിന്നെ ശോകമായിരുന്നല്ലോ. ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലാളി യൂണിയൻ നേതാവ് അക്ബർ മാറ്റി പിടിച്ചു. ഞാൻ ഇന്നലെ തൊട്ടേ പറയുന്നു അക്ബർ ഇവർ കളിയറിയില്ലേ ഇവർക്ക് മാറ്റി പിടിക്കണം. കാരണം ഇന്നിപ്പോൾ മാറ്റി പിടിച്ചു. കാരണം ഇന്നലെ അക്ബറിന് കൂലി കൊടുത്തിട്ടില്ല. അക്ബർ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്ന് പറയുന്നത് കൂലി കൊടുക്കാനത്. അപ്പോൾ ഇന്നെന്തായാലും മാറ്റി പിടിച്ച് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കത്തില്ല. ഈ 150 ചെരുപ്പ് തയ്യാറാക്കി സമയത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ നൂറയ്ക്ക് ഒരിക്കലും ടാസ്കിൽ വിജയിക്കാൻ പറ്റില്ല. ഈ ഒരു തന്ത്രം ഇവർക്കത് മനസ്സിലായില്ലെങ്കിൽ എന്തോ ഒരു സംഭവമുണ്ട്. ഈ കറക്റ്റ് സമയത്തിനുള്ള ടാസ്ക് 50 ചെരുപ്പ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എന്തോ സംഭവിക്കും എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. നമ്മുടെ തൊഴിലാളികൾ ഫാക്ടറി ലേബേഴ്സിന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിൽ മുടക്കണം, സമരത്തിൽ പെടണം, സമരത്തിന് പോകണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവർ അകത്തേക്ക് കയറിയത്. എന്തായാലും 3 പേര് ഇപ്പം ബിന്നിയും ആദിലയും സമരത്തിന് നിന്നില്ല. അവർ ഈ തൊഴിലാളി യൂണിയൻ നേതാവിനെ അംഗീകരിക്കുന്നില്ലെന്നും പറഞ്ഞ് അവർ തൊഴിൽ ചെയ്യാൻ തുടങ്ങി. മറ്റവർ തൊഴിൽ ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരിനി നിർബന്ധം എടുക്കാൻ. ജിഷിനും എല്ലാം വെപ്രാളപ്പെട്ടില്ല, ചെരുപ്പൊക്കെ കട്ട് ചെയ്യുന്ന അങ്ങനെ ഭയങ്കരമായിട്ട്. അപ്പോൾ ഉടനെ നമ്മുടെ നേതാവ് എന്തോ ഇത് അക്ബർ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു അക്ബർ കാഴ്ചവെച്ചത്. കാരണം അക്ബറിന്റെ വായിൽ കുറച്ച് വിവരക്കിടക്ക് വരുമെങ്കിലും അക്ബർ കഴിവുള്ള ഒരു മനുഷ്യനാണ്, ഉള്ളത് പറയാമല്ലോ. അയാൾക്ക് പാട്ട് പാടാൻ അറിയാം. പിന്നെ അയാൾക്ക് കുറച്ചും അഭിലാഷാണ് ഇതിനെ പറഞ്ഞു കൊടുത്തത്. അഭിലാഷാണ് കേട്ടോ, അതും പ്രധാനമായിട്ടാണ്. അഭിലാഷാണ് ഇങ്ങനെ ആയിരിക്കും, എന്തോ സംതിങ് ഉണ്ട് എന്ന് പറഞ്ഞത്. അഭിലാഷും മസ്താനിയും കൂടി ചേർന്നാണ്. പക്ഷേ നമ്മുടെ ഷാനവാസ് ഉണ്ടല്ലോ, ഒന്നും മനസ്സിലാവാതില്ല, പൊട്ടന്മാരെ കണക്ക് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും നമ്മളെന്തെങ്കിലും ഒന്നും തലയിലോട്ട് കയറാത്ത ഒരവസ്ഥയിലായിരുന്നു ഷാനവാസ്. പിന്നെ അങ്ങനെ മറ്റവർ രണ്ടുപേരും ചെയ്തു. പിന്നെ ഇവരുടെ പ്രോഡക്ട്സ്, ഇവർക്ക് കമ്പനി സാധനം ഇത് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊടുക്കൂല, സോളും കാര്യങ്ങളൊക്കെ, അതെല്ലാം എടുത്ത് മാറ്റി വെച്ചു. പിന്നെ അതുപോലെ തന്നെ കത്രിക എടുത്ത് അടിച്ചു മാറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് പിടിയും വലിയും പ്രശ്നങ്ങളുമായി കൈ മുറിഞ്ഞു. ആരുടെ കൈയാ?
അക്ബറിൻ്റെ കൈ മുറിഞ്ഞു. എന്താണ് ആക്സാ ബ്ലേഡ് കൊണ്ടിട്ട് ആക്സാ ബ്ലേഡ് പിന്നെ പിടിച്ച് വാങ്ങിച്ചിട്ട് അക്ബറിൻ്റെ കയ്യിൽ ആക്സാ ബ്ലേഡ് അക്ബർ എടുത്തു. അപ്പോൾ അത് പിന്നെയോ ആരോ അത് വലിച്ചെടുത്തപ്പോഴേ കൈ മുറിഞ്ഞു. പിന്നെ കൺഫ്യൂഷൻ റൂമിൽ പോയി മരുന്നൊക്കെ കെട്ടി. പക്ഷെ തിരിച്ച് വന്നിട്ട് വീണ്ടും അക്ബർ ഈ സാധനങ്ങളെല്ലാം വലിച്ച് കളഞ്ഞു. എന്തായാലും ഇവർക്ക് പഴയ സ്റ്റോക്ക് സോൾ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇവർ 4 പേരും കൂടി എങ്ങനെയെങ്കിലും 25 ചപ്പൽ ഉണ്ടാക്കി. എന്നിട്ട് അവരെന്തോ ചെയ്തു, പഴയ ചപ്പലെടുത്ത് സ്റ്റോക്കിനകത്തോട്ട് ചേർത്ത് 50 ചപ്പലാക്കി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ സമരത്തിലിരുന്ന തൊഴിലാളികൾ എല്ലാം കൂടി ചാടി എഴുതി പറഞ്ഞു ഇത് പഴയ ചപ്പലാണ്, ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പലാണെന്ന്. അങ്ങനെ എന്തായാലും ബിഗ് ബോസ് പറഞ്ഞു അത് പറ്റില്ല, ഇന്നലെ 50 ചപ്പൽ ഇന്ന് 50 ചപ്പൽ 100 ചപ്പൽ നിങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും 75 ചപ്പലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാസ്ക് അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ പുറത്ത് നമ്മുടെ സർക്കസുകാർക്ക് ഇന്നലെ രാത്രി സർക്കസ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, നായ നമ്മുടെ ആര്യനായിരുന്നു, ആര്യൻ നായ, എന്താ പറയണ കഴുത പ്രവീൺ കഴുത, ആട് അനിമോളുടെ ആട്, സിംഹിണി ആരായിരുന്നു നമ്മുടെ ജിസേല്, അതുപോലെ തന്നെ റെന ആന, നിവിൻ കുരങ്ങ്, ഇത്രയും പേരായിരുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ ഇന്നും റിംഗ് മാസ്റ്റർ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു, പ്രാക്ടീസ് കൊടുക്കാൻ പറഞ്ഞു. എന്തായാലും പ്രാക്ടീസ് കൊടുത്തു. അത് ഇവരുടെ ടാസ്ക് കഴിഞ്ഞപ്പോൾ ഇവരോട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ ലിവിങ് റൂമിൽ വിളിച്ച് എല്ലാവർക്കും കോയിൻസ് ഒക്കെ വിതരണം ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ബ്ലാക്ക് കോയിൻസ് ഞാൻ ഒരു ഇച്ചിരി മിസ്സായിപ്പോയി എനിക്ക് കേട്ടോ. എനിക്ക് ആ സമയത്ത് റിഹേഴ്സൽ തുടങ്ങിയാൽ എനിക്ക് ഫോണിൽ നോക്കാനും പറ്റിയില്ല, ഒരിത്തിരി മിസ്സായിപ്പോയി. ഗോൾഡ് കോയിൻ എല്ലാവർക്കും 3 പേർക്കും കൊടുത്തായിരുന്നു. ബിന്നിക്ക് 3 എണ്ണം കൊടുത്തു, അതുപോലെ തന്നെ ആദിലയ്ക്ക് 3 എണ്ണം കൊടുത്തു, 3 എണ്ണം ജിഷിനും കൊടുത്തു. പക്ഷേ ബ്ലാക്ക് കോയിൻ അക്ബറിന് മാത്രം കൊടുക്കുന്നത് മാത്രമേ ഞാൻ കണ്ടു. അപ്പോഴത്തേക്ക് എനിക്ക് റിഹേഴ്സലിനെ വിളിച്ചു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആർക്കാണ് ആ ബ്ലാക്ക് കോയിൻ കൊടുത്തതെന്നൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഇതുവരെ ഇത്രയും നേരത്തെ വീഡിയോ ഇതുവരെ ലെങ്തിൽ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ആർക്കാണ് ആ ബ്ലാക്ക് കോയിൻസ് കിട്ടിയത്. പിന്നെ എനിക്കത് ആർക്കാണ് കിട്ടിയെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. പിന്നീട് സർക്കസിൻ്റെ ഇപ്പോൾ സർക്കസ് തുടങ്ങി, അത് കഴിഞ്ഞു. സർക്കസിൻ്റെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ഉണ്ടായിരുന്നു. പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കോയിൻസ് കൊടുക്കാൻ പറഞ്ഞു. കയ്യിലുള്ള കോയിൻസ് അല്ലേ റദ്ദാവുമെന്ന് പറഞ്ഞു. പിന്നെ ആദ്യം തന്നെ ആദില ഒരു കോയിൻ ആടിന് കൊടുത്തു, അനിമോൾക്ക് കൊടുത്തു, ഒരു കോയിൻ നായ്ക്ക് കൊടുത്തു, ആരിന് കൊടുത്തു, പിന്നെ എന്താ പറയുക പ്രവീൺ കഴുതയ്ക്കും കൊടുത്തു. പിന്നെ ആദില കൊണ്ടുവന്ന് ആനയ്ക്കും പിന്നെ ജിഷിൻ കൊണ്ടുവന്ന് ആടിനൊരു ഇത് കൊടുത്തു. അനിമോൾക്ക് അങ്ങനെ 3 കോയിൻ ടോട്ടൽ കിട്ടി. പിന്നെ ജിഷിൻ ആടിന് കൊടുത്തു, റിംഗ് മാസ്റ്റർക്ക് കൊടുത്തു, അതുപോലെ തന്നെ നായ്ക്ക് കൊടുത്തു. നായ്ക്ക് 3 കിട്ടി. അതുപോലെ തന്നെ ആദിലയും അതുപോലെ തന്നെ ഒരു കോയിൻ ആടിന് കൊടുത്തു, 1 നായ്ക്ക് കൊടുത്തു, 1 പ്രവീണിന് കൊടുത്തു. അങ്ങനെ അത്രയും 3 പേരാണ്. അവരുടെ 3 പേർക്ക് കിട്ടിയ കോയിൻസ് അവർ 3 പേരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ ഇത്രയുള്ളായിരുന്നു. പിന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് അങ്ങനെയൊന്നും ബിഗ് ബോസ് പറഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ടാസ്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ടാസ്ക് കഴിഞ്ഞ സാധനങ്ങളെല്ലാം അവിടെ തന്നെ, നിങ്ങളുടെ കിട്ടിയ പ്രോപ്പർട്ടീസ് എല്ലാം അവിടെ തന്നെ ആക്ടിവിറ്റി ഏരിയയിൽ അവിടെ ഗാർഡനിൽ തന്നെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. എല്ലാം അകത്ത് കയറി. ഇപ്പോൾ കിച്ചണിൽ പല ആൾക്കാർക്ക് ഫുഡ് കിട്ടിയില്ല, പലരും ഫുഡ് ഒളിച്ചു വെച്ചു, ഉച്ചയ്ക്ക് ചോറ് തികഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. കിച്ചണിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ്. ഈ ഡയലോഗ് പറഞ്ഞ് എനിക്ക് നാക്ക് തിരിയാത്ത അവസ്ഥയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ലൈവ് അപ്ഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ നമ്മളെ ലൈവ് അപ്ഡേറ്റ്സിൽ പോവുക. ലൈവിനകത്ത് MalayalamBigBoss.in.com സന്ദർശിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് പോൾ ചെയ്യൂ. പോൾ ചെയ്തിട്ട് ഇവിടെ ലൈവിൽ വന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര വോട്ട് ഓരോ മത്സരാർത്ഥിക്കും എത്ര വോട്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി ഒഫീഷ്യലായിട്ട് വോട്ട് ചെയ്യാനും മറക്കരുത്. 24/7 നമുക്ക് ലൈവ് അപ്ഡേറ്റ്സ് ആണ്. ലൈവ് അപ്ഡേറ്റ്സിൽ ഞാനും ലൈവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വോയിസ് ആയിട്ട് ഇടുന്നുണ്ട്. ഞാൻ വന്നിരിക്കുന്ന എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു 50 ദിവസമൊക്കെ ആകുമ്പോൾ ഞാൻ ലൈവിൽ വന്നിരിക്കാം. അതുവരെ നമുക്ക് വോയിസ് ആയിട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് അപ്ഡേറ്റ്സ് വരുമ്പോൾ ഉടനെ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് വരാം. ബൈ.